എൻ്റെ അറുപക്കാരൻ എന്നെ വിട്ട് പോയി എന്ന് വിചാരിച്ച് ഇത്ര കാലം ജീവിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞ് വയറ്റിലൊരു കുഞ്ഞുണ്ടായി തിരിച്ചു വന്നു. അറുപക്കാരൻ ഇത്രയും ഇത്രയും ഗതികെട്ട എൻ്റെ ജീവിതത്തിലോട്ട് നിങ്ങൾ എന്തിനാ വന്നേ? യു ഡിസേർവ് മോർ ബെറ്റർ. റിയലി യു ഡിസേർവ് മോർ ബെറ്റർ. ഇതെന്താ ടിക്കറ്റ്സ് ടു പാരീസ്? എന്താ ഇത്? ഞാൻ അവനോടെല്ലാം തുറന്നു പറയും. അവന് മനസ്സിലാവും. അവൻ ഞങ്ങൾ ഉണ്ണിയല്ലേ, അവനെല്ലാം മനസ്സിലാവും. അതെന്താ വെച്ചാൽ നമ്മൾ ഹണിമൂണൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ ട്രിപ്പിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എങ്ങനെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് 2 വീക്ക് കഴിഞ്ഞിട്ടുള്ള ട്രിപ്പാണ്. പക്ഷേ ഇനിയിപ്പോൾ നടക്കത്തില്ല. ഇതിനിടയിൽ ഇത്രയും വലിയ വലിയ ഭൂകമ്പങ്ങളൊന്നും തോന്നുന്നു ഞാൻ സ്വപ്നത്തിൽ പോകാൻ വിചാരിച്ചില്ല. അതങ്ങനെയൊക്കെയായി. Alice, da. ഹലോ കേട്ടാ നിർത്ത്. ഹലോ കേട്ടാ നിർത്ത്. എന്താ ചെയ്യുന്നേ? നിർത്ത്. ഹലോ കേട്ടാ നിർത്ത്. നിർത്തുവോ? ഇവൻ നിന്റെ ആരാ? ഇവന് വേണ്ടി മക്കാലത്ത് വരാൻ വന്നേക്കുന്നു. മോറ് ഇതെന്റെ ഭർത്താവാണ്. നിർത്ത്. എന്റെ വയസ്സിലുള്ള കുഞ്ഞിലച്ച എന്റെ കഴുത്തിന് താഴെ കിട്ടിയത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? നീ എന്താ പറഞ്ഞേ? നീ എന്താ പറഞ്ഞു? നിങ്ങളെല്ലാവരും എല്ലാരും കൂടി തന്നെ ഞാൻ വെറും പൊട്ടൻ കഥ ആട്ടം കാണുന്നു. ജീവന് പോലും വിശ്വസിച്ച് ഞാൻ സ്നേഹിച്ച എന്റെ പ്രാണനെ സ്വന്താക്കി. ഇപ്പൊ എന്റെ റോളെന്താ? bloody villain. Did I not villain? More better than this. I could be suicide. I can handle this much complicated situation. ഇതിനൊന്നും ചാടി ചാവുന്നതാ. ഇവിടുന്ന് ചാടി ചത്താലോ? എന്നാ വേഗം ചാടിക്കാം. ശുഭമുഹൂർത്ത. ഇപ്പൊ രാഹുകാലം തുടങ്ങും. ഇപ്പൊ ചാടിയ ടൈം 1 മണി. വാവ്, ഒരു ചക്ക വീഴാന്ന് ആരും കരുതും. പിന്നെ നേരം പുലരുമ്പോഴേ ഏഴകാരി ചേച്ചി ജാനു ചേച്ചി വരും. ഇന്ന് ആൾക്കാരായി പന്തലായി അടിപൊളിയോ. നിനക്ക് എന്താ കുറിപ്പ് വേണ്ടേ? നീ ഇപ്പൊ എവിടുന്ന് പൊട്ടു പോച്ചാ? നിനക്കൊന്നും വേറെ പണിയില്ലേ? സ്വന്തം കാര്യം നോക്ക്. എന്നിട്ടാവാൻ ബാക്കിയുള്ളവര്. മനസ്സിലായോ? ഇത് എന്റെ കാര്യം തന്നെയാ. അല്ലാണ്ട് പിന്നെ എല്ലാരും എന്റെ നെഞ്ചത്തോട്ട് കയറൂലേ? നിങ്ങൾ ചത്താലും ചക്ക വീഴും ഫസ്റ്റ് പണി എനിക്കല്ലേ. എന്റെ ജാതകദോഷം ആണ് എന്നല്ലേ പറയുള്ളൂ. ഞാൻ പുറത്തല്ല. പിന്നെ ശരിക്കും ഞാൻ ആ തള്ളനെ കൊണ്ടു. നീ എന്തൊക്കെയാ പറയുന്നേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ല. ഇനി ഞാൻ പറയാൻ പോണേ ചാവാണ് ചക്ക. ഇനി ഞാൻ കാരണം ചാവാനെ പറഞ്ഞ് നടക്കല്ലേ കേട്ടോ. നിങ്ങൾ മരിച്ചുപോയ പോലീസ് വരും. പിന്നെ തെളിവെടുപ്പായി. ആഫ്റ്റർ ഓൾ എല്ലാത്തിനും കാരണം അറിഞ്ഞ് എൻ്റെ ഈശ്വരനെയും ഏട്ടത്തിനെയും വണ്ടിയിലിട്ട് കൊണ്ടുപോകും. ഞാൻ ചാവാനുള്ള കോൺസെൻട്രേഷൻ ഒന്നും കൊടുക്കില്ല. ക്രിമിനൽസിനോട് ബിഹേവ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ കാരണം. ആ പാവങ്ങളുടെ നിനക്ക് പറയാൻ ഇച്ചിരി സമയം തന്നിട്ട് നീ കയറി അങ്ങ് മെയിൻ ആവാതെ കുരുപ്പേ. ഓക്കെ, ഞാൻ നിർത്തി. ഇനി ചാവാണ് ചത്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നാളെ രാവിലത്തെ പണി നിങ്ങളായിരിക്കും. അതിന് ഉറക്കൊന്നുമില്ല. എന്നാലും നീ റൂമിൻ്റെ മുന്നിൽ കൂടെ നടക്കല്ല. പ്രേതം വിചാരിച്ച് നാട്ടുകാർ കടന്നു പോകും. എന്നാൽ ശരിയേ, നാളെ കാണാം.
ഹലോ കേട്ടാ, എനിക്ക് എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും ലജ്ജയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ദാറ്റ്സ് വെരി അർജൻറ്റ്. നിനക്കെന്തിനാ നിന്നോട് തന്നെ ലജ്ജ തോന്നേ? എനിക്കല്ലേ എന്നോട് ലജ്ജ തോന്നണ്ടേ? നീ വന്ന കാര്യം പറ. എന്താ എന്താ ദാറ്റ്സ് മച്ച് അർജൻറ്റ്? ഞാൻ ഇതുവരെ അലോകേട്ടനോട് ഒരു കാര്യം പോലും അപേക്ഷിച്ചിട്ടില്ല. ആദ്യമായിട്ട് അവസാനമായിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു, പ്ലീസ് അതെൻ്റെ അലോകേട്ടൻ തള്ളി കളയരുത് പ്ലീസ്. എന്താ വെച്ചാൽ കല്യാണം, അലോകേട്ടൻ ഉടനെ ഒരു കല്യാണം കഴിക്കണം. നിങ്ങളുടെ വീട്ടുകാർ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ കാരണം ഒരിക്കലും ഒന്നും മുടങ്ങാൻ പാടില്ല. ഞാൻ കാരണം ആരും അറിയുന്നതോ വിഷമിക്കുന്നതോ എനിക്ക് താങ്ങാൻ പറ്റില്ല അലോകേട്ട. അതിന് ആരായാലും എന്നെ ഇഷ്ടപ്പെടാത്തവരായപ്പോലും എനിക്കത് താങ്ങില്ല. കൊഞ്ചം എത്ര നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവൻ ഞാൻ സ്നേഹിച്ചതിൽ എത്രയോ മടങ്ങേറട്ടെ. ഞാൻ നിങ്ങളെ കാണുന്നതിന് മുന്നേ അവളുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം പൊട്ടിമുളച്ചതാണ്. ഞാനൊരാൾ വന്നതുകൊണ്ട് അത് പോയോ? ഇല്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തമ്മിലുള്ള ഇഷ്ടം അറിഞ്ഞതിന് ശേഷം അവൾക്ക് നിങ്ങളെ ഇഷ്ടം. അപ്പം അവൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവും. അലോകേട്ടാ, നിങ്ങൾ പറയുന്ന ഒരു നോ കൊണ്ട് പലരുടെയും കണ്ണീര് കളത്തിൽ വീഴും. നിങ്ങൾ ഒരാൾ പറയുന്ന യെസ് കൊണ്ട് പലരുടെയും സന്തോഷം. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, ബാക്കിയുള്ളവരെ കരയിപ്പിച്ച് സ്വന്തം ആഗ്രഹം നേടിയെടുക്കണോ അതോ ബാക്കിയുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ട്. ഞാനൊരിക്കലും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി പറയാമല്ലോ. നിങ്ങൾ ഇപ്പം തന്നെ ഒത്തിരി വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട്. പക്ഷെ ഇതാണ് സത്യം. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കും. ഹലോ കേട്ടോ, അതിനോ എത്രമാത്രം പെയിൻ ഇപ്പോൾ ഉള്ളിലുണ്ടാവും. എന്തോ ഒരു ആള് കത്തുവാന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ദാറ്റ്സ് മൈ റിക്വസ്റ്റ് പ്ലീസ്. ഞാൻ അപേക്ഷിക്കാം, എൻ്റെ അപേക്ഷ തള്ളിക്കളയരുത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ, പ്ലീസ്. അണ്ടർസ്റ്റാൻഡ്? കുറേ ഞാൻ ശ്രമിക്കുന്നു എല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. കുറേ വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. എനിക്ക് ആരും മനസ്സിലാവുന്നില്ല. എല്ലാവരും ഞാൻ വിചാരിക്കുന്ന പോലെയല്ലല്ലോ. എവ്രിവൺ ഈസ് ചേഞ്ച്ഡ്. എല്ലാവരും സാക്രിഫൈസ്. അതെ, സാക്രിഫൈസ് ചെയ്യണം. ഇനി ഞാൻ എന്താ വിട്ടുകളയണ്ടേ? എൻ്റെ ലൈഫ് പോയി. ഇനി നിനക്ക് വേണ്ടി കല്യാണമല്ലേ കഴിച്ചേക്കാം. കല്യാണം, എൻ്റെ ലൈഫേ പോയി. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജീവിതം എനിക്കിതെന്ന് പോലും എനിക്കറിയത്തില്ല. ആർക്കോ വേണ്ടി ജീവിക്കുന്നു, ആരാ ഏതാ ഒന്നും അറിയാതെ ഇത്ര കാലം ജീവിച്ചു. ഇപ്പം അതൊക്കെ അറിഞ്ഞു വന്നപ്പോൾ അത് അറിയേണ്ടില്ലായിരുന്നു എന്നുള്ള പോലെ ആയിപ്പോയി. ഓക്കെ, സാക്രിഫൈസ്. സാക്രിഫൈസ് ചെയ്യാം. ഒരു കല്യാണമല്ലേ. എൻ്റെ നോ കാരണം ആരും കണ്ണീരൊന്നും ആരും വീഴ്ത്തണ്ട. എൻ്റെ യെസ് കാരണം എല്ലാവരും ചിരിക്കണം. അതെ, എൻ്റെ ഒരു വാക്കിൻ്റെ പുറത്ത് ആരും കരയാൻ നിൽക്കണ്ട. എൻ്റെ വാക്കിന് ഇത്രയും വാല്യൂ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രയും കാലമായിട്ട്. എനിവേസ്, ഒരു കല്യാണമല്ലേ കഴിച്ചേക്കാം. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ യു ആൻഡ് മീ. വെറും കോൺട്രാക്ട്, അത് മറക്കണ്ട. കല്യാണം എന്ന ഇതിന് പേരിട്ടെന്ന് മാത്രം. ഇത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. നിനക്ക് വേണ്ടി മാത്രം. ആലസി, എനിക്ക് കല്യാണം, എനിക്ക് സമ്മതമാണ്. എല്ലാവരോടും പോയി പറഞ്ഞേക്കും. അങ്ങനെ യലോ കൃഷ്ണ എന്ന് ഞാൻ തൻ്റെ മുന്നിൽ മുട്ടുകുത്തിന്ന് പോയി പറഞ്ഞേക്കും എല്ലാവരോടും.
എടാ താൻ അവിടെ എല്ലാം എടുക്കുവാണ്. ഇന്ന് വാ, കെട്ട് തുടങ്ങാനായി. ലാസ്റ്റ് ചാൻസ്. എടോ മനുഷ്യ, ലാസ്റ്റ് വാണിംഗ് ആണ്. ഇപ്പൊ വേണേ ഓടിക്കോ. നാളെ വൈകുന്നേരത്തെ ബസ്സിൽ ഞാൻ കയറി സ്ഥലം വിടാം. മനസ്സിലായില്ലേ? എന്നെ ജീവിതകാലം മൊത്തം സഹിക്കാൻ പോകുന്ന ഒരു ചടങ്ങാണല്ലോ ഇത്. അപ്പോൾ ഇപ്പൊ വേണമെങ്കിൽ ജീവനം കൊണ്ട് പോയിക്കോ. അടുത്ത നാട്ടിലേക്ക് നാട്ടിലെത്താം. അപ്പം ഞാനൊരു ഇത് കേൾക്കല്ല. എനിക്കോട് പോകാനാണെങ്കിൽ ഇത്രയും ദിവസം അവിടെ കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നിന്നെയും കൊണ്ടേ പോകുള്ളൂ. മനസ്സിലായോടി? മിണ്ടാണ്ട് കണ്ണും പൂട്ടി ഇരിക്കാൻ നോക്കും. പിന്നെ സീരിയസ്ലി എല്ലാത്ത കാലത്ത് എന്നെ പാത്രം അവിടെ കേട്ടോ. താങ്ക് യു. ഏത് കേട്ടേ കൊണ്ട് വരുത്തണേ. നീ എന്നതാടാ ഈ കൊച്ചു ചേർക്കാൻ നോക്കി നിൽക്കുന്നത്? വേഗം കയറി ചെല്ല. അവള് കാത്തിരുന്ന് മുഷിഞ്ഞ് കാണും. നീ ചെല്ല അങ്ങോട്ട്. ആ ശരി. ഞാൻ പോവാം. പാവം. എടി കെട്ടിയോളെ, നീ ഫോണിൽ നോക്കുമായിരുന്നോ? എൻ്റെ കൊച്ചിന് ഉറക്കം വരുന്നുണ്ടോ? കിടന്ന് ഉറങ്ങാൻ നോക്കും. പിന്നെ എന്താ കുഞ്ഞുമണി എന്താ പറഞ്ഞേ? പപ്പ നോക്കട്ടെ, കുഞ്ഞുമണീനെ നോക്കട്ടെ. എന്താ ഉമ്മ വേണമെന്നോ? അതിക്കുണ്ടോ? പപ്പ തരാലോ. ഇനിയും വേണോ? എന്താ ആണോ? ശരി, കുഞ്ഞുമണി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യാം അല്ലേ? കുഞ്ഞുമണി പറഞ്ഞു നിന്നെ അടുത്ത് ബെഡിലോട്ട് ഇടാൻ. അതല്ലേ ഞാൻ ചെയ്തത്. എന്താ കുഞ്ഞുമണി? ഓ ആയിക്കോട്ടെ. എന്റെ മോള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തു കൊടുക്കണ്ടേ? അല്ലാണ്ട് പിന്നെ വേറെ ആരും വരുമോ ചെയ്യാൻ? എന്റെ കുഞ്ഞു പറഞ്ഞാലും എനിക്ക് കേട്ടതേ പറ്റൂ. ഇത് മോന, ഇത് മോനാ മോന മോന. അല്ല, ഇത് മോളാ മോളാ മോളാ. ഇത് മോനാ. ഇത് മോളാ. ഇത് മോളാ മോളാ മോളാ. ഇത് മോനാ. അല്ല മോള. അല്ല മോന. അതല്ലേ ചരിത്ര തരപ്പെട്ട. ഇത് മോളാണ്. ഇത് മനസ്സിലായ. അല്ല അവരെ കാര്യം എന്തായി? കേറി വന്നിട്ട് അവനൊട്ടും താല്പര്യമില്ല റൂമിലോട്ട് കയറി ചെല്ലാൻ. ഞാൻ ഒത്തിരി നിർബന്ധിച്ചു. എങ്ങനെയൊക്കെ കൊണ്ടുതള്ളി വിട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് കൂട്ടണമെന്നുണ്ടായിരുന്നു. ഇനി ചാടി പോകാൻ അറിയത്തില്ല. പിന്നെ കുഞ്ചു ആയതുകൊണ്ട് കുഴപ്പമില്ല. അവള് എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തോളും വൃത്തിക്ക്. അതെ, കുഞ്ചു ആയതുകൊണ്ടായിരിക്കും സമാധാനം. അവളെ ഡീൽ ചെയ്തോളൂല്ലോ. ഒന്നും പറയാനാവുന്നില്ല. ഒരു കാര്യം. ഓ എൻ്റെ പൊന്നു ഭാര്യ, നീ ഇനി അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. വയറ്റിലൊരു കുഞ്ഞുമണിയുള്ള കാര്യം നീ മറക്കണ്ട. അരിമണീൻ്റെ അത്ര ഉള്ള എൻ്റെ കുഞ്ഞുമണീനെ ഞാനൊന്ന് നോക്കട്ടെ. ഓ ശരി. ഇത് പറഞ്ഞാലിപ്പം എന്നെ വെച്ച് സ്നേഹമില്ല. കുഞ്ഞുമണീനെ മാത്രമേ ഇഷ്ടം. എൻ്റെ കുഞ്ഞുമണി
ഈ മമ്മേനെ മതിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഡാം തുറക്കൽ പരിപാടി നീ ചെയ്യരുത്. നീ പപ്പയെ പോലെ നല്ല സ്ട്രോങ് ഗോളായിട്ട് വളരണം. അല്ലാതെ അമ്മേനെ പോലെ മൂക്ക് ഒലിപ്പിച്ച് കണ്ണ് ഒലിപ്പിച്ച് 5 മിനിറ്റ് പോകുമ്പോൾ ഇതന്നെ പരിപാടി. നീ ഭയങ്കര സ്ട്രോങ് ബോൾഡ് ഗോളാവണം, പപ്പയുടെ ഗോളാവണം, ചുന്തിരിമനാവണം കേട്ടോ. അല്ലാണ്ട് അമ്മേനെ പോലെ ആവരുതേ. ചുമ്മാ പറഞ്ഞാലേ നിന്നെ പോലെ നീ മാത്രം മതി. എൻ്റെ പൊന്നെ കടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഗുഡ് നൈറ്റ്, നാളെ കാണാം. അതെ, പാല് ചൂടാറുന്നതിന് മുന്നേ കുടിച്ചോ? താനോട് ഇരിക്കും. കുഞ്ചു, തനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. എനിക്കൊരിക്കലും തന്നൊരു ഭാര്യയായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ പറ്റുവാണെങ്കിൽ തന്നെ അതിന് കുറച്ചധികം സമയം എടുക്കും. ഐ മീൻ ടൈം. എനിക്കങ്ങനെ പെട്ടെന്നൊന്നും എൻ്റെ മൈൻഡ് ശരിയല്ല. നമ്മുടെ കല്യാണം അതൊരു കോൺട്രാക്റ്റാണ്. അത് ഞാൻ ആലസിക്ക് കൊടുത്ത പ്രോമിസ്. അതിൻ്റെ പേരിൽ മാത്രം ഞാൻ തന്നെ താലി കിട്ടി. പക്ഷേ അതിൻ്റെ പിന്നിൽ തൻ്റെ ലൈഫ് കളയണമെന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പെട്ട കുരുക്കിൽ താൻ കൂടി ചാടേണ്ടി വന്നു, അതാണ് സത്യം. പക്ഷെ എനിക്കൊരിക്കലും തന്നെ ഒരു ഭാര്യയായിട്ടോ ഞാൻ തൻ്റെ ഭർത്താവായിട്ടൊന്നും നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നില്ല എത്ര സമയം എടുത്താലും ശരിയാവുന്നു. ബാക്കിയുള്ളവരുടെ മുന്നിൽ നമുക്ക് ഭാര്യയും ഭർത്താവുമായിട്ട് നിൽക്കണം. അങ്ങനെ പറ്റുള്ളൂ. എൻ്റെ അമ്മേൻ്റെയും നിൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും എല്ലാവരും മുന്നിൽ നീയും ഞാനും ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പക്ഷെ നമ്മളുടെ റൂമിൽ നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് മാത്രം. താൻ ആ പാല് വേണം, താൻ എടുത്ത് കുടിച്ചോ. എന്നിട്ട് താൻ കടന്നു. താൻ ഈ നിലത്ത് കടന്നു. ഞാൻ പായ എടുത്തിട്ടുണ്ട്, അത് വിരിച്ച് കടന്നു. എങ്ങോട്ടായി പറഞ്ഞു പോന്നെ? ഈ കണ്ട സീരിയലും സിനിമയിലും ഫസ്റ്റ് നൈറ്റ് കണ്ട് എൻ്റെ അടുത്തോട്ട് വരാൻ നിൽക്കരുത്, മനസ്സിലായോ? പിന്നെ തറയിൽ കിടക്കണം പോലെ തറയിൽ നിങ്ങൾ പായ വെച്ച് കിടക്കണം. ഞാനിതുവരെ എൻ്റെ ലൈഫിൽ തറയിൽ കിടന്നിട്ടില്ല, ഇനിയോട്ട് കിടക്കാനും പോകുന്നില്ല. അങ്ങോട്ട് നീ കിടക്ക്. പിന്നെ മറ്റേ കണ്ട കുഞ്ചു അല്ല ഇനി. പാവവും പാവാടിയൊക്കെ നിങ്ങളെ മറ്റേ പണ്ടത്തെ എക്സ് ആലസി, എൻ്റെ ഏട്ടത്തി. ഓക്കെ, കുഞ്ചു അങ്ങനെയല്ല. ഞാനൊരു അമിട്ട് പൊട്ട് തന്നെയാണ് ആലോചിച്ചാൽ മതി. ഞാനൊരു പിക്കിരി പട്ടക്കാണെന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങോട്ട് കളിക്കുമ്പോഴേ പൊള്ളുന്ന് ആലോചിക്കണം. ഇനി മേലെ ഇമാതിരി വർത്താനം കൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നാലോ ചെള്ള പിടിച്ച് തേക്കാത്ത ചുമരിലിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെച്ച് കളിക്കും, മനസ്സിലായോ? നല്ല ഡയലോഗ് കൊണ്ട് വന്നേക്കുന്നു അങ്ങേര്. അല്ല, നിങ്ങൾക്ക് അത്ര ഇതാണെന്ന് വെച്ചാൽ നിങ്ങൾ വെച്ച് കിടക്കണം. നിലത്ത് നല്ല സുഖമാണ്, നല്ല മഴയും കാറ്റൊക്കെ പെയ്തുകൊണ്ട് നല്ല കുളിര് കയറിക്കോളും. ഞാൻ വെച്ച് കിടണം. പിന്നെ നിന്റെ കോൺട്രാക്റ്റോ മറ്റേതോ എന്തോ മറിച്ചോ പറയുന്നുണ്ടായിരുന്നല്ലോ. അതെന്ത് തേങ്ങയാലും എനിക്ക് കുഴപ്പമില്ല, അതൊന്നും എനിക്ക് അറിയുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞോട്ടെ ഇമാതിരി വർത്താനം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പം കണ്ട് എൻ്റെ സ്വഭാവം മനസ്സിലായാലോ? ബാക്കി ഞാൻ പറയുന്നില്ല. ഗുഡ് നൈറ്റ്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഗുഡ് നൈറ്റ്. പായ വിരിച്ച് കിടക്കുക, വേണ്ട പുറം പണിയാവും. തൽക്കാലം അറ്റത്ത് കിടക്കാം. ഇവളെങ്ങാനും പിടിച്ച് കടിക്കോ പറയാൻ പറ്റില്ല. ചെറുത്താൻ കൂടിയെന്നാ ഉള്ളൂ. എൻ്റെ അതിലല്ലമ്മേ കഥകളെ.